നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം 2024 സെപ്റ്റംബർ മാസത്തിൽ മകയിരം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മാസം ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലായിട്ടാണ്. പൂരം, ഉത്രം, അത്തം എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന സമയമാണ്. ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായിരിക്കും. മാസാരംഭത്തിൽ ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായിരിക്കും. സെപ്റ്റംബർ 2-ന് കറുത്തവാവ് അമാവാസിയും 17-18 തീയതികളിൽ വെളുത്തവാവ് പൗർണമിയും സംഭവിക്കുന്നു. തിരുവോണം സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ് വരുന്നത്. കുംഭം രാശിയിൽ വക്രഗതിയിൽ ശനി പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. വേഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ് സഞ്ചാരം. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലുമായി വക്രഗതിയിൽ സഞ്ചാരം തുടരുന്ന സമയമാണ്. ചൊവ്വ മിഥുനം രാശിയിൽ മകയിരം നക്ഷത്രം തിരുവാതിര നക്ഷത്രങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. കർക്കിടകം രാശിയിലായിരിക്കും മാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ബുധൻ്റെ സഞ്ചാരം. സെപ്റ്റംബർ 4-ന് ചിങ്ങം രാശിയിൽ വന്നു ചേരും. സെപ്റ്റംബർ 23-ന് ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കും. സെപ്റ്റംബർ 16 മുതൽ ബുധൻ മൗഢ്യാവസ്ഥയിലാവും എന്ന വസ്തുതയും ഉണ്ട്. ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലായിരിക്കും. സെപ്റ്റംബർ 18-ന് തുലാം രാശിയിലേക്ക് പ്രവേശിക്കും. സെപ്റ്റംബറിലെ ഗ്രഹസ്ഥിതി ഈ രീതിയിലാണ്. ഇത് വച്ചിട്ട് ഈ ഗ്രഹസ്ഥിതിയുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് മകയിരം നക്ഷത്ര ജാതകർക്ക് വരുന്ന അനുഭവങ്ങൾ, ജീവിതത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ, ഫലങ്ങൾ ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് അധികമായിട്ടുള്ള ഉത്സാഹങ്ങളുണ്ടാവും. കർമ്മരംഗത്ത് പുതിയ ചലനങ്ങൾ ദൃശ്യമാവുന്നതായിരിക്കും. എന്നാലും അവയുമായൊക്കെ വേഗം പൊരുത്തപ്പെടുവാൻ സാധിക്കുന്നതാണ്. അമിതമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുന്നത് വഴി വിജയം നേടുവാൻ സാധിക്കും. എന്നാൽ ദീർഘനാളായി രോഗാവസ്ഥയിൽ കഴിയുന്ന ജാതകർക്ക് ചികിത്സാ ഭേദത്താൽ ആശ്വാസം അനുഭവത്തിൽ വരുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് അന്യദേശത്ത് നിൽക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഊഹക്കച്ചവടം, ചിട്ടി, ഇൻഷുറൻസ് ഇവയിലൂടെയൊക്കെ ചെറുതല്ലാത്ത രീതിയിലുള്ള തുക വരുവാനുള്ള സാധ്യതയുണ്ട്. അനുരാഗികൾക്കിടയിൽ ഐക്യം കുറയാനിടയുണ്ട്. അനുരാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആ ബന്ധം തകരുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സമയത്ത് ഭൂമി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ, പ്രേരണകൾ ഇതൊക്കെ നിയന്ത്രിക്കണം. ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വലിയ നഷ്ടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വീട് പുതുക്കുവാനോ മോടി പിടിപ്പിക്കുവാനോ ഒക്കെ കഴിയുന്നൊരു സമയം തന്നെയായിരിക്കും ഇത്. തൊഴിൽ രംഗത്തെന്നാൽ വളരെയധികം ശത്രുക്കൾ വന്നു ചേരുന്നതായിരിക്കും. ശത്രുക്കളെ സ്വയമായി സൃഷ്ടിക്കുന്നതാണ്. എന്നാൽ അവരുടെ തന്ത്രങ്ങളെയൊക്കെ മറികടക്കുവാനൊക്കെയുള്ള സാഹചര്യവും ജാതകന് വന്നു ചേരുന്നതായിരിക്കും. ഈ രീതിയിലായിരിക്കും മകയിരം നക്ഷത്ര ജാതകർക്ക് 2024 സെപ്റ്റംബർ മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും
ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.